അപ്പോൾ അടുത്ത ഫോർമുല 1 റേസിനുള്ള സമയമായിട്ടുണ്ട്. ബ്രസീലിയൻ ഗ്രാൻഡ് പ്രി നവംബർ 7 മുതൽ 9 വരെയാണ് നടക്കുന്നത്. ഇതൊരു സ്പ്രിൻറ്റ് വീക്കെൻഡാണ്. എന്ന് വെച്ചാൽ 7 ഒരു പ്രാക്ടീസ് സെക്ഷൻ ഉണ്ട്. 8 വെളുപ്പിനെ ഒരു സ്പ്രിൻറ്റ് ക്വാളിഫൈ, 8 വൈകിട്ടൊരു സ്പ്രിൻറ്റ് റേസ്, 8 രാത്രി അതായത് 11:30 ക്വാളിഫൈ കിട്ടും. അത് കഴിഞ്ഞ് 9 വൈകിട്ടാണ് റേസ് ഉള്ളത്. ബ്രസീലിലെ ഓട്ടോഡ്രോമോ ജോസെ കാർലോസ് പാസ് സർക്യൂട്ടിലാണ് F1 റേസ് നടക്കുന്നത്. ഈ സർക്യൂട്ടിന് ഇൻ്റർലാഗോസ് എന്ന് പറയുന്നൊരു ഒരു നിക് നെയിമും കൂടെ ഉണ്ട്. കാരണം ആ ഒരു സർക്യൂട്ട് ഇരിക്കുന്ന അടുത്ത് അതിൻ്റെ ബിറ്റ്വീനായിട്ട് കുറേ ലേക്സ് ഉണ്ട്. അതുകൊണ്ട് അതിന് ബ്രസീലിയൻ ഭാഗമായിട്ട് ഇൻ്റർലാഗോസ് എന്നൊരു പേരിട്ട്. പിന്നെ ഈ ട്രാക്ക് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ലേ ഔട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, സോ ഇതൊരു ലെഫ്റ്റ് ഹാൻഡഡ് ട്രാക്കാണ്. F1 ലെജൻഡായ അയർട്ടൺ സെന്നെ അറിയാം. പുള്ളി ഒരു ലെഫ്റ്റ് ഹാൻഡറായിരുന്നു. പുള്ളി ഏറ്റവും കൂടുതൽ വിന്ന് ചെയ്തിട്ടുള്ളൊരു ട്രാക്കാണ് ഈ ബ്രസീലിയൻ GP ഈ ട്രാക്ക്. അയർട്ടൺ സെന്ന റെയിൻ മാസ്റ്റർ എന്നും കൂടെ അറിയപ്പെടുമായിരുന്നു. ഈ സർക്യൂട്ടിലെ ടേൺ 1, 2, 3 സെന്ന എസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രേറ്റ് അയർട്ടൺ സെന്നയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ട്രാക്കിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ആയിട്ട് ഒരു ആൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ഉള്ള ഒരു ട്രാക്കാണ്. അതായത് സെക്ടർ 3 ടേൺ 12 തൊട്ട് സെക്ടർ 1 ടേൺ 2 വരെ 43 മീറ്റർ എലിവേഷൻ ഉണ്ട്. പിന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന ഒരു സർക്യൂട്ടൂടാണ്. ഈ ഒരു വീക്കിൽ റെയിനും കൂടെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രസീലിയൻ GP നിങ്ങളുടെ പ്രഡിക്ഷൻ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വട്ടത്തെ വേൾഡ് ചാമ്പ്യൻ ആരായിരിക്കും എന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ സർക്യൂട്ടിൽ ഏറ്റവും കൂടുതൽ വിക്ടറി ഉള്ളത് അലൻ പ്രോസ്റ്റിലാണ്, 6 തവണ. പിന്നെ ഈ ട്രാക്കിൽ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ ചാമ്പ്യൻ ആയിട്ടുള്ളത് മെക്ലയറിൻ 12 തവണ. പിന്നെ ബ്രസീലിയൻ GPയുടെ കാര്യം പറയുമ്പോൾ അയർട്ടൺ സെന്നയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അയർട്ടൺ സെന്ന എല്ലാ ഹോം സർക്യൂട്ടിലും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.